ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. പലേരി മാണിക്യം ഇതാ 4Kയിൽ എത്തുകയാണ്. ഇന്ന് റിലീസാകുന്ന ഈ ചിത്രത്തിൻ്റെ ആദ്യത്തെ ഹൗസ്ഫുൾ ഷോ എറണാകുളത്തായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് എറണാകുളം വനിതാ വിനീതയിൽ ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഓറഞ്ച് അലർട്ട് കാണാൻ കഴിയുന്നു. വേറെ ഒന്നുമല്ല, സിനിമയുടെ 90% ടിക്കറ്റ് അവിടെ ബുക്കിംഗ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും 1 മണിക്കൂറിന് മുകളിലാണ് സിനിമയ്ക്ക് അവിടെ ചാർട്ട് ചെയ്തിരിക്കുന്നത്. 1 മണിക്കൂർ കഴിയുമ്പോൾ സിനിമ പ്രദർശനം ആരംഭിക്കും. അപ്പോഴത്തേക്ക് തീർച്ചയായും ഹൗസ്ഫുൾ ആകും എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ 90% സീറ്റുകളും ബുക്കിംഗ് ആയി. വേറെ സ്ഥലങ്ങളിലൊന്നും തന്നെ നമുക്ക് മികച്ച രീതിയിലുള്ള ബുക്കിംഗ് കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. 70ഓളം സെൻറ്ററുകളിലാണ് കേരളത്തിൽ സിനിമ റിലീസ് ചെയ്യുന്നത്. 1-2 ഷോകളുമായിട്ടാണ് മാക്സിമം ഉള്ളത്. വിദേശ രാജ്യത്തും അതേപോലെ തന്നെ 20ഓളം സെൻറ്ററുകൾ, അതായത് GCCയിൽ 20ഓളം സെൻറ്ററുകളിലുമുണ്ട്. സിനിമ ഒരു അവാർഡ് ഗണത്തിൽപ്പെടുന്ന സിനിമയാണ്. മമ്മൂട്ടി മികച്ച രീതിയിൽ പെർഫോം ചെയ്തിരിക്കുന്ന 3 കഥാപാത്രങ്ങളായി മാറിയിരിക്കുന്ന പാലേരി മാണിക്യം എന്ന ചിത്രം ഇന്ന് 4Kയിലെത്തുമ്പോൾ ആരാധകർ നിറഞ്ഞ് കവിയുന്ന ഒരു കാര്യം പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു അവാർഡ് പടത്തിന് സാധാരണഗതിയിൽ അങ്ങനെയാണോ അതുതന്നെയാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഫാൻസുകാർ എവിടെ എന്നുള്ള ഒരു ചോദ്യമാണ്. സാധാരണ സോഷ്യൽ മീഡിയയിൽ വിപ്ലവം സൃഷ്ടിക്കുന്നു എല്ലാ ഫാൻസുകാരും. പക്ഷേ ഇങ്ങനെയുള്ള നല്ല സിനിമകൾ വരുമ്പോൾ അവരെ തിയേറ്ററിൻ്റെ അടുത്തെങ്കിലും കാണാറില്ല. ഇത് മമ്മൂട്ടിക്ക് മാത്രമുള്ള ഒരു കുഴപ്പമല്ല, ബാക്കിയുള്ള നടന്മാർക്കും ഇത് തന്നെയാണ്. തട്ടുപൊളിപ്പൻ സിനിമയാണോ അത് എങ്ങനെയുള്ളതാണെങ്കിലും ഇടിച്ചു കയറുന്ന ആരാധക വൃന്ദത്തെയും നമ്മൾ കാണാറുണ്ട്. അതിപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ ഇരുന്ന് ഇടിയുണ്ടാക്കുന്ന ആരാധകരെ നമ്മൾ കാണുന്നുണ്ട്. എന്താണേലും നല്ല സിനിമകൾ കാണാൻ ആളുകൾ കുറവാണ്. അവാർഡ് കാറ്റഗറി പോലെയുള്ള കാറ്റഗറിയിൽ വരുന്ന പലേരി മാണിക്യം കാണാൻ തീർച്ചയായും വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല. ഒപ്പം മമ്മൂട്ടിക്ക് ഇങ്ങനെ ഒരു റീ റിലീസിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് ഭൂരിഭാഗം ജനങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളും. കാരണം കഴിഞ്ഞ 15ഓളം സിനിമകളിൽ 14ഉം വമ്പൻ ഹിറ്റായി വ്യത്യസ്തത പുലർത്തുന്ന ചിത്രങ്ങളുമായി നിൽക്കുന്ന മമ്മൂട്ടിയെ, ഒരു വിൻറ്റേജ് മമ്മൂട്ടിയെ കാണാൻ ഞങ്ങൾക്ക് ആവശ്യമില്ല. കാരണം എന്നും മമ്മൂട്ടി പുതുമയോട് പോകുന്ന നടനായതുകൊണ്ട് തന്നെ എന്നുള്ള ഒരു മറുപടി നമുക്കിവിടെ സ്പഷ്ടമാവുകയും ചെയ്യുകയാണ്. എന്താണേലും ഈ ഒരു സിനിമയുടെ ആദ്യത്തെ ഹൗസ്ഫുൾ ഷോ നമ്മൾ പ്രതീക്ഷിക്കുന്നു. വനിതാ വിനീതയിൽ എന്തായാലും 90% മുകളിലുള്ള സീറ്റുകളും ഫില്ലായിരിക്കുന്നു. ഇനിയുള്ളത് ഫ്രണ്ട് റോസ് ആണ് കൂടുതലായി കാണാനുള്ളത്. എന്തായാലും കാത്തിരിക്കുകയാണ് ഈ സിനിമയുടെ ഒരു ഹൗസ്ഫുൾ ബോർഡിന് വേണ്ടി. കാരണം അത്രത്തോളം ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ്, നാഷണൽ അവാർഡ് ഉൾപ്പെടെ ഉള്ള ലെവലിലേക്ക് മമ്മൂക്കയുടെ ഈ ഒരു സിനിമ എത്തിയതാണ്. അപ്പോൾ എങ്ങനെയാണ് ഫാൻസ് അല്ലെങ്കിൽ ആരാധകർ ഇതിനെ എത്തിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ ഉള്ളത് എന്നുള്ളത് നമുക്ക് ഇന്ന് വ്യക്തമാകും. വലിയ പ്രതീക്ഷകൾ ആർക്കും തന്നെ ഇല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. എന്നാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയാസ്.